Celebrity Kitchen Magic. ശാരുദ, ഹായ് ചേച്ചി. ഇതൊരു എന്ത് ഡിഷാണ്? ഇത് പേര് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഫ്യൂഷൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രസ്റ്റിനകത്ത് സ്റ്റഫിങ് വരും. സ്റ്റഫിങ് വരുന്നുണ്ട്. സ്റ്റഫിങ് ഉണ്ടാവും. പിന്നെ നമ്മുടെ നാടൻ രീതിയിലൊരു, പക്ഷേ എല്ലാം ഇപ്പോൾ രണ്ടെണ്ണമല്ലേ സ്റ്റഫ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടെ തിൻ പീസസ് ആണല്ലോ. ഇതിലിനി സ്റ്റഫ് ചെയ്യാനില്ല. അത് സ്റ്റഫ് ചെയ്യാനല്ല, അത് നാടൻ രീതിയിലൊന്ന്. അപ്പോൾ രണ്ട് തരം ഉണ്ടോ? ഇല്ല, ഇത് ഒറ്റ ഡിഷാണ്. അപ്പോൾ ലൈക്ക് മേലെ രണ്ട് തട്ടായിട്ട് വരും. സോ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഐഡിയ എങ്ങനെയാണ്? ഇത് ഞാനൊരു റിസോർട്ടിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടല്ലായിരുന്നു, ബീഫും വേറെ എന്തോ ഒരു കോമ്പിനേഷൻ, ഫിഷിൻ്റെ തന്നെ കോമ്പിനേഷൻ. നല്ല ഇഷ്ടമായി. അപ്പോൾ എന്താണ് ട്രൈ ചെയ്തുകൂടാ എന്ന് തോന്നി. അതുകൊണ്ടൊരു പരീക്ഷണമാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റഫിങ് എന്തായിരിക്കും? സ്റ്റഫിങ് ചിക്കൻ്റെ സോസേജും ചീസും. ചീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ടേസ്റ്റായിരിക്കും സ്റ്റഫിങ് എപ്പോഴും. പിന്നെ പിന്നെന്തിനാണ് അതിലൊരു നാടനും കൂടെ നമ്മൾ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു, രണ്ട് ലെയറിൽ? അല്ല, ഇത് ഞാൻ കഴിച്ച് നോക്കിയത് ഒരു നാടൻ ഡിഷും അതിൻ്റെ മുകളിൽ ഒരു പക്ക കോണ്ടിനെൻ്റൽ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളാണ് ഗിനി പിക്സ് അല്ലേ? ഞാൻ കൃഷ്ണയും നടക്കട്ടെ. പക്ഷേ 1.5 മണിക്കൂർ സമയം അത് കീപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റൗണ്ട് അറിയാലോ, ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഒരു ചെറിയ പരീക്ഷണത്തിന് ഞാൻ വീണ്ടും മുതിരുകയാണ്. ഒരു കോണ്ടിനെൻ്റലും കേരള സ്റ്റൈലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു സംഭവം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: ടൊമാറ്റോ, സവോള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, ലെമൺ ജ്യൂസ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് സോസേജും ബട്ടറും ചീസും. ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്ന കോണ്ടിനെൻ്റൽ സ്റ്റൈലിലേക്കുള്ള സ്റ്റഫിങ് പ്രിപ്പയർ ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ നമുക്ക് ചൂടാക്കാനായിട്ട് എടുക്കാം. ഓയിൽ ചേർത്തു. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. ചൂടായി. അപ്പോൾ അതിലേക്ക് കുറച്ച് സവോള കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാൻ പോവാം. കുറച്ച് മതി സവോള, വെറുതെ സ്റ്റഫിങ്ങിന് വേണ്ടി മാത്രമായതുകൊണ്ട്. ഒരുപാട് മൂത്ത് ബ്രൗൺ കളറൊന്നും ആവുമൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വൈറ്റ് ഒരു കളർ ചിക്കനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കളറ് പോവും. അപ്പോൾ അതുകൊണ്ട് ഇതാ സോസേജ് ചേർക്കുക. ഇനി അതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പറും കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഹേർബ്സ് ചേർക്കാം. ആദ്യം ഇടുന്നത് തൈമ, ഇതിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടാണ്, ഇത്തിരി ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ഇതാ ഓയിൽ
ഓൾമോസ്റ്റ് നല്ലോണം ചിക്കൻ ഏകദേശം നല്ലോണം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതവിടെ വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ വേറൊരു സ്റ്റൈലിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത ഫില്ലിങ് ചെയ്തിട്ട് അതും നമുക്കൊന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കോണ്ടിനെൻ്റൽ ഹെർബ്സായ റോസ്മേരി, തൈം, അതുപോലെ തന്നെ റോസ്മേരിയും തൈമും ഒറിഗാനോയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മുന്നേ വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ സോസേജ് സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഉള്ളിൽ ചീസ് സ്ലൈസും സോസേജും കൂടെ സ്റ്റഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് ടൈ ചെയ്ത് വറുത്തെടുക്കണം. അപ്പോൾ അതാ ചിക്കൻ ബ്രസ്റ്റിൽ ഇങ്ങനൊരു പോക്കറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ചീസ് വയ്ക്കുകയാണ്. വെച്ചു. ഇനി കുറച്ച് സോസേജ് നമുക്ക് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതാ കുറച്ചും കൂടെ ചീസ് വയ്ക്കുകയാണ്. ചീസും കൂടെ വെച്ചു. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് നമുക്ക് എന്താ ടൈ ചെയ്യുന്ന പോലെ ഒന്ന് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനതൊന്ന് അടയ്ക്കുകയാണ്. ഇതുപോലെ നമ്മൾ സ്റ്റഫ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ ഇതിലും കൂടെ ചെയ്യാം. ഇവിടെ 2 പീസ് ഞാനിവിടെ സ്റ്റഫ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റഫിങ്ങിൽ സോസേജും കുറച്ച് ഓണിയനും കൂടെ ബട്ടറിൽ സോട്ട് ചെയ്തതാണ് എടുത്ത് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്, പിന്നെ ചീസും. എന്നിട്ട് ഇനി ആ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ചുട്ടെടുക്കുക, ഇല്ലെങ്കിൽ നമുക്കൊന്ന് വറുത്ത് തന്നെ എടുക്കാം, എന്നാലാണ് പ്രോപ്പറായിട്ട് കുക്കാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്കൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. ആയിട്ട് നമുക്കതിൽ ഈ ചിക്കനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ എണ്ണ ചൂടായി. ഇനി ഈ ചിക്കൻ ഇടാൻ പോവാം. വേഗം കുക്കാനായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ സമയം വളരെ കുറവല്ലേ. ഇനി നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ ഈ ഒരു പാനിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. നമുക്ക് നേരത്തെ ഈ ചിക്കൻ നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിന് തന്നെ ഒരു ഗ്രേവി പോലെ ആക്കണം. ഭയങ്കര ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി. അപ്പോൾ അതാ മറ്റൊരു പാൻ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊരു ഗ്രേവി പോലെ ഉണ്ടാക്കിയെടുക്കാം. അതിൽ എണ്ണ ഒഴിച്ചു. ഇനി അതിനകത്തേക്ക് കുറച്ച് സവാള ഇടാൻ പോവാം. ഇവിടെ നല്ലോണം വഴണ്ടുകൊണ്ടിരിക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. വെളുത്തുള്ളി, ഇതാ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്തു. ഇനി കുറച്ച് പച്ചമുളക്, കുറച്ച് മതി. നമ്മളിനി മുളക് പൊടിയൊക്കെ ചേർക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക്. നമ്മൾ
വറുത്ത ചിക്കൻ നമുക്ക് ഒരു ഇതിലേക്ക് മാറ്റാം. ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഓട്ട വീണുപോയി, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത ചീസ് കുറച്ച് പുറത്ത് വന്നു. സാരമില്ല, പക്ഷെ അത് ലാസ്റ്റ് ആകുമ്പോഴേക്കും ശരിയായിക്കോളും. ഞാൻ അതാ മാറ്റി വയ്ക്കുകയാണ്. ഫ്ലെയിം കൂട്ടി നമ്മുടെ സവോള ഇവിടെ നല്ലോണം വഴറ്റുക. അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് നല്ലോണം ഇളക്കിയെടുക്കാം. കുറച്ച് ഓയിലിന് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ ഓയിൽ ചേർക്കാണ്. ഇതാ ഇപ്പോൾ സവോള നല്ലോണം വാടി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. എനിക്ക് ഈ ടൊമാറ്റോൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടൊമാറ്റോ ചേർത്തത്. അപ്പോൾ കുറച്ച് ചേർത്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ ഒരു ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിലും ഏകദേശം ആ ഒരു സെയിം പാറ്റേണിൽ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളത് എടുത്ത് നമ്മൾ ബാക്കി വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തേക്കിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് വാഴയിലയിൽ പൊതിഞ്ഞ് നമുക്ക് ചുട്ടെടുക്കാം. അതാണ് ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പോൾ അതിന് ശരിക്കും ആദ്യം ചെയ്യേണ്ടത് ഈ സവോള നല്ലോണം വാടണം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ചേർത്താണ്. തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി, ആ സവാളയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഒരല്പം വെള്ളവും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിനകത്ത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. പ്രധാനപ്പെട്ടൊരു സാധനം ഞാൻ ചേർക്കാൻ പോവുക. കേരളത്തിലെ എല്ലാ കറികൾക്കും നമ്മൾ ചേർക്കുന്ന നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കറിവേപ്പില. കുറച്ച് ചേർക്കുന്നുള്ളൂ, അതും കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈ ഓണിയൻ വിത്ത് ചിക്കൻ ആൻഡ് പെപ്പർ. ഇത് ഞാനിട്ട പേരാണ്. ഇത് വലിയ പേരൊക്കെയാണ്, പക്ഷേ സാധാരണ സിമ്പിളായിട്ടുള്ളൊരു സാധനം. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കിംഗ് ടൈം കുറച്ചേ ഉള്ളൂ, പക്ഷേ അത് മാറ്റി വെക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ല. ചിക്കൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കുരുമുളക്. അത് നമ്മൾ കുരുമുളക് പൊടിയേക്കാളും നല്ലത് നമ്മൾ കുരുമുളക് എടുത്ത് പൊടിക്കുന്നതാണ്. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സോയാ സോസ്, തക്കാളി, സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില, പിന്നെ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഡാൻസ് കഴിഞ്ഞതിൻ്റെ സങ്കടമാണ്. അതറിയില്ല, അതിന് കാണുന്നവർ പറയണം. സവാള തൊലിക്കുന്നതിന്റെ കരച്ചിലാണ് അല്ലേ? അതിൻ്റെ എന്താണ് ചിക്കൻ്റെ ചിക്കൻ വിത്ത് ഫ്രൈഡ് ഓണിയൻ ആൻഡ് പെപ്പർ. ഒരു നല്ല പേരിടും, ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു പേര്. ചിക്കൻ പുരട്ടിയത് അല്ല, അവിടെ ഒരാൾ ചിക്കൻ പുരട്ടിയതാണ്. അപ്പൊ ചിക്കൻ ഫ്രൈഡ് എന്താണ്
ഫ്രൈഡ് ഒനിയൻ ചിക്കനോ അല്ലെങ്കിൽ പെപ്പർ ചിക്കൻ ഫ്രൈഡ് ഒനിയൻ. ഓ അമ്മേ എന്തൊക്കെ പേരാ അറിയില്ല. സാധനമാണ്. ഒരു നാടനിൽ ഒരു അല്പം ചൈനീസ് ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറെ കാലമായി, കുറെ നാൾ കരയുണ്ട് കേട്ടോ. സമാധാനപ്പെട്ടു കഴിയുന്നവരെ കരച്ചിലായിരിക്കും. ആക്കിയതുണ്ടായിരുന്നെങ്കിൽ എന്തിനൊരു എളുപ്പമായിരുന്നല്ലേ. ഇപ്പൊ തേങ്ങയൊക്കെ ഉണ്ട് ചിരണ്ടി. എങ്ങും എത്തിയിട്ടില്ല. ആയിട്ടില്ല അല്ലേ? ഇതിപ്പോ എന്തിനാ വെള്ളം തിളയ്ക്കാൻ ഇട്ടിരിക്കുന്നത്? അത് ഞാൻ സമയം കിട്ടുമെങ്കിൽ ഇച്ചിരി എന്ത് ചെയ്യാനാ? ഒന്ന് സൈഡായിട്ട് ഉണ്ടാക്കാൻ. അപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ റെഡിയാക്കണ്ടേ? മാവിൻ്റെ പൊടിയുണ്ട് ഇൻസ്റ്റന്റ്. അതിപ്പോൾ ചൂടുവെള്ളത്തിൽ സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചിക്കൻ്റെ കൂടെ അപ്പവും കൂടി ചേർത്ത് തരുള്ളൂ. ഞങ്ങൾക്ക് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല. സവാള ചെറിയ സവാള ആയിപ്പോയി അല്ലേ? കുഞ്ഞു സവാള. അതുകൊണ്ട് ഇപ്പോൾ സവാളയുടെയൊക്കെ ഷോർട്ടേജ് അറിയാലോ, വിലയും ഒക്കെ. അതായിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ചെറിയ ഏറ്റവും പൈസ ഉള്ള ആൾക്കാർ സവാള വിൽക്കുന്ന ആൾക്കാരാണ്. സവാള വിൽക്കുന്ന ആൾക്കാർ വിൽക്കുന്ന മീൻസ് ഇടനിലക്കാർ, ശരിക്കുള്ള കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ശരിക്കും അത് കൃഷി ചെയ്യുന്ന ആൾക്കാർ പാവങ്ങൾ. അവർക്ക് വളരെ ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ. പക്ഷേ ഇടനിലക്കാരാണ് ഇതിന് വില കൂട്ടുന്നത്. നമുക്ക് ഓസിന് കിട്ടുന്നോണ്ട് നമുക്ക് അതിന്റെ വില അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ ഓസിനാണ് കിട്ടുന്നത് അല്ലേ? ഒന്നും അറിയണ്ടല്ലോ. സാധനം ടേബിളിൽ വരും. അത് കൊള്ളാം. ആവശ്യം പോലെ ചേർത്തോളൂ. ഓ ഇതേ വെള്ളം തിളയ്ക്കുന്നു. തീ കുറച്ച് നമുക്ക് ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണേ. മുളക് പൊടി കുറച്ച് ഇടുള്ളൂ. ഇത് കാശ്മീരി ചില്ലി, അപ്പോൾ ഇച്ചിരി കളർ കിട്ടും. മെയിനായിട്ട് ഇടുന്നത് കുരുമുളക് പൊടിയാണ്. അത് ഞാൻ പറഞ്ഞു ഫുള്ളായിട്ടുള്ള കുരുമുളക് ചതച്ചതാണ്. അതിനാണ് കൂടുതൽ ടേസ്റ്റ്. അത് കൂടുതലിടണം. ചിക്കൻ്റെ കൂടെ ഒരു പെപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇച്ചിരി കൂടി കിടന്നോട്ടെ. കൊച്ചു കഷ്ണം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് മുറിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കോടാലി കിട്ടിയില്ല. അതുകൊണ്ട് കാല് മുറിക്കൽ നടന്നില്ല. അത് കുറച്ചിട്ട് ഞാൻ കഴിക്കും. അപ്പോൾ ശരി, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നതിന്. ഒന്നുമല്ല, ഇവിടെ പൈപ്പില്ലാത്തതുകൊണ്ട് ഇവിടെ ബക്കറ്റ് വെള്ളം താഴെ വെച്ചിട്ട് അതൊന്ന് കൈ കഴുകാൻ പോകണതാണ്. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കണം ഞാൻ ഒരേ സ്പൂൺ ഇട്ട് തോണ്ടും മൂന്നൊക്കെയുള്ള വിചാരം ഉണ്ടാവും. ഒരിക്കലുമില്ല. ഞാൻ ഇവിടെ കൈ കഴുകിയിട്ടേ വരത്തുള്ളൂ. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് അപ്പോൾ അതിൻ്റെ കാര്യം തീരുമാനമായി. നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞു തുടങ്ങാം. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, എന്നാലും ബോറടിക്കുന്നുണ്ടാവില്ലേ. നമ്മുടെ ജോലി ചെയ്തല്ലേ നാട്ടുകാരെ ഇങ്ങനെ ബോറടിപ്പിക്കാം, ഇങ്ങനെ വെറുപ്പിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ആലോചനകൾ. കണ്ടല്ലോ കരയുന്നത്. ഞാനിപ്പോൾ വെള്ളത്തിലെടുത്തിട്ടിരിക്കുക. ഇപ്പോൾ കണ്ണീര് വരാത്തത് കണ്ടോ? ഞാൻ പറയണേ. ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു അനക്കമില്ല, പാട്ടില്ല, എനിക്കൊരു ഉഷാറില്ല. എനിക്കറിയാം പാട്ടൊന്നും വരുന്നുമില്ല. ഞാൻ ആലോചിക്കട്ടെ. എനിക്ക് എന്ത് വന്നാലും കറങ്ങി തിരിഞ്ഞൊരു കുട്ടിൻ്റെ പാട്ടിലേ വരത്തുള്ളൂ. ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടാം. എനിക്കൊക്കെ പറ്റിയ ടൈപ്പ് പാട്ടാണേ. ലക്കടിക്ക് ഗാഡി ഗാഡി പെ ഗോഡ ഗോഡ പെ തും ജോ തുമാരാ ഹെ തോട ഗോഡ 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 തുപ്പുടക്കെ ഗോഡ. ഒക്കെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി പാടുന്ന പാട്ടെന്നൊക്കെയാണ് വിശ്വാസം. ഹിന്ദി നന്നായിട്ട് അറിയുന്നോണ്ട് ആർക്കെങ്കിലും വല്ല വാക്കുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പഞ്ചാരപ്പാല് മിഠായി ആർക്ക് വേണം, ആർക്ക് വേണം പഞ്ചാരപ്പാല് മിഠായി.
എനിക്ക് ദൈവം സഹായിച്ച എല്ലാ പാട്ടിട്ട് 2 പേര് മാത്രമേ എനിക്ക് എൻ്റെ മെമ്മറിയിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പാട്ടുകാരോട് ഭയങ്കര അസൂയ. പാട്ട് പാടുന്നവരെ കാണുമ്പോൾ മനസ്സിലാക്കി ഒരെങ്കിലും ടെമ്പോയോ എന്തെങ്കിലും ഒക്കെ ഒന്ന് പോണേ ഭഗവാനേ. ഇങ്ങനെയാണ് ഞാൻ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. സവാള അരിയുന്ന മെഷീൻ എല്ലാം കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് പണി നടന്നേനല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ പാചകറാണിമാരും പാചക രാജാക്കന്മാരും ഒക്കെ ഇല്ലേ, ഈ സവാള അരിയുന്ന കോഴ്സ് കാണിക്കുവേ. ഇത് പണ്ടൊന്നും അറിയില്ല, ഇത് സ്പീഡിൽ കാണിക്കണമെന്ന് അറിയില്ലല്ലോ. ഞാൻ ഈശ്വരാ ഇവരൊക്കെ എത്ര പെട്ടെന്നാ സവാള അരിയണേ. ഞാൻ അമ്മയോട് പറയും, അമ്മേ ആ ചേട്ടനെ അല്ലേ ആ ചേച്ചീനെ നമുക്ക് സവാള അരിയാൻ വിളിക്കായിരുന്നു, കണ്ണീന്ന് വെള്ളവും വരുന്നില്ല, പടപ്പടപ്പടപ്പടേന്നല്ലേ അരിഞ്ഞു പോകണം, അതും നല്ല നൈസായിട്ട്. ആ ക്ഷീണിച്ച് ഇപ്പോഴാ സമാധാനമായത്. ഇനി നമുക്ക് നമ്മളെ കുക്കിംഗ് തുടങ്ങാം. പാൻ വെച്ചു, അത് ചൂടായി. ഇന്ന് ലാവിഷായിട്ട് എണ്ണ ഒഴിക്കോ. നമ്മളിനി അടുത്ത് ചെയ്യാൻ പോണത് ഒരു ചെറിയ സോസ് ഉണ്ടാക്കാൻ പോവാം നമ്മുടെ വൈറ്റ് ചിക്കന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് വേണം. അതുകൊണ്ടൊരു പാത്രം ചൂടാക്കി അതിൽ കുറച്ച് ബട്ടർ ഇട്ട് ഗാർലിക്കും ഓണിയനും നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടെ കുറച്ച് പീസസ് ഇട്ടിട്ട് നിറയെ വെള്ളം ഒഴിച്ച് അതിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് പാത്രം ചൂടാക്കാൻ വെച്ചു. ഇനി അതൊന്ന് ചൂടായി വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ബട്ടർ ഇടാം. ഇവിടെ ഉണ്ട്. ബട്ടർ ചൂടായി, നമുക്ക് സമയമില്ല, അതുകൊണ്ട് കുറച്ച് സവോള, ഇത്തിരി ഇഞ്ചി, കുറച്ച് ചിക്കൻ ഇടാം. ചിക്കൻ പീസാക്കുമൊന്നും വേണ്ട, നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാനല്ലേ, അതുകൊണ്ട് എങ്ങനെ കിടന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ചൂടാക്കുക. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക ചിക്കൻ സ്റ്റോക്കിനുള്ളത്. ചിക്കൻ ഇട്ട് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ അടച്ച് വെച്ച് നല്ലോണം അതൊന്ന് ബോയിൽ ചെയ്യുക. ഈ സ്റ്റോക്ക് ചിക്കന് ഫുൾ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ ഈ ഇതിലേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് സോസിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് അവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ സോസിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഒരു പാൻ വെച്ചു, അത് നമുക്ക് ചൂടാക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും മഷ്റൂമിന് വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴേക്കും അതെന്താ പറയുക കുറച്ച് ലൂസായി കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ക്രീമൊക്കെ ചേർത്ത് അതെന്താ പറയുക കുറച്ച് തിക്കാക്കി എടുക്കാം. ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്തിരുന്നത് കുറച്ച് ഗാർലിക്കാണ്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനുള്ളത്, അതുകൊണ്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഗാർലിക് ഒന്നിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സ്പൈസസ് തൈമും ഒറിഗാനോയും പാസ്ലയും. സ്റ്റോക്ക് റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ മഷ്റൂമും നല്ലോണം സോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഒഴിക്കാം.
മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അടിച്ചെടുക്കാം. മഷ്റൂമും ഇതൊക്കെ ആയതുകൊണ്ട് വേഗം അഴിഞ്ഞു കിട്ടും. ഇതൊന്നും നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. റെഡിയായി. ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വാതിലയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാം. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഉണ്ടാക്കും. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇല ഇതിലേക്ക് വെക്കാൻ പോവാം. ഇതങ്ങനെ ഇരുന്ന് അതൊന്ന് നല്ലോണം കരിഞ്ഞു പോകരുത്. അടി നല്ലോണം ഒന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ നമുക്ക് ഒത്തിരി നേരം അടച്ചു. ശാരദയുടെ ഫൈനൽ സ്റ്റേജിലെത്തി അല്ലേ? കഫ്ത ചിക്കൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തു. പാൻ റോസ്റ്റ് ആയിരുന്നോ? പാൻ റോസ്റ്റ് ചെയ്ത് പിന്നെ അതിനുള്ള സോസ് റെഡിയാക്കി വെച്ചു. ഇനി ഇതും കൂടെ വെച്ചാൽ ഇത് മീൻ പൊള്ളിച്ചത് മാതിരി അല്ലേ? പൊള്ളിച്ചത് മാതിരി ചിക്കൻ പൊള്ളിച്ചെടുക്കുകയാണ്. സ്പൈസി ആയിരിക്കും. കാര്യം മറ്റേത് താല്പര്യമില്ല. ഇതിന് രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്യും ഒരു ഡിഷിൽ. ഒരു ഡിഷ് അതിലെന്ന് പറഞ്ഞാൽ ഒട്ടും സ്പൈസി അല്ല. കോണ്ടിനെന്റൽ ഡിഷ് ആണല്ലോ. അപ്പോൾ അതിൽ മറ്റേ ഹേർബ്സിൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും. ഇതിൽ നമ്മുടെ നാടൻ. അതെ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് ശരിക്കും ഭയങ്കര ആകാംക്ഷയുണ്ട്. എൻറ്റയർലി ടു ഡിഫറെൻറ്റ് അല്ലേ, വ്യത്യസ്തമായ രണ്ട് തരം ഭക്ഷണ സംസ്കാരത്തിൽ നിന്ന് വരുന്ന രണ്ട് സാധനം. ഒരു കോഴിയെ തന്നെ രണ്ട് രീതിയിലും ചെയ്യാമെന്ന് തെളിയിക്കുകയാണ്. കൊള്ളാം. കോൺഫിഡൻസ് ഇസ് ഗുഡ് അല്ലേ? ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ചെയ്ത് നോക്കാം. ഇതെന്ത് സോസാ? ഇത് മഷ്റൂമും ചിക്കൻ സ്റ്റോക്കും. വൈറ്റ് സോസ് ഉണ്ടോ? ക്രീം എന്തെങ്കിലും? ക്രീം ചേർത്ത്. അപ്പോൾ ലക്ഷ്മി ചേച്ചി ലാസ്റ്റത്തെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പോയി. അപ്പോൾ എൻ്റെ ഏകദേശം ഡിഷ് റെഡിയായി. ഇനി ഇത് പ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാര്യം മറന്നുപോയി. മാർച്ച് റെട്ടായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എൻ്റെ ചിക്കൻ പൊള്ളിച്ചത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എൻ്റെ കോണ്ടിനെൻ്റൽ സ്റ്റൈൽ ഒരു ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഒരുമാതിരി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യണം. ആ പരിപാടിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പ്രഷർ ടെസ്റ്റ്. ഇത് രണ്ടും കൃഷ്ണചേട്ടനും ലക്ഷ്മി ചേച്ചിക്കും പ്രസൻറ്റ് ചെയ്യണം. അവരെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതൽ നമ്മൾ മസാലയാണ് ചേർക്കുന്നത്. അതിൽ മസാലകളൊന്നുമില്ല, കുരുമുളക് മാത്രമാണ് എൻ്റെ മെയിൻ സാധനം. പിന്നെ നമ്മുടെ ഉള്ളി എന്താവുന്ന ദൈവത്തിനറിയാം. നിങ്ങൾ പേരൊക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട.
വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഇനി നമുക്ക് സവാള ഇതിലേക്കിടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞു വയ്ക്കാം. തക്കാളി കവലത്ത് പാടുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിനൊന്നും സമയം കിട്ടിയില്ല എനിക്ക്. ഇച്ചിരി പഞ്ചസാര ഇട്ടാലും സവാള വേഗം മൊരിഞ്ഞ് കിട്ടും. ഇത് മൊരിഞ്ഞാലേ എൻ്റെ പണി നടക്കുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ആവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി പണിയുണ്ട്, അവിടെ ഒന്ന് ഒതുക്കിയിട്ട് വരാം. ഇല്ല, ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. എന്തായാലും വെറുതെ നിൽക്കല്ല, ആ പണിയൊക്കെ ഒന്ന് നടക്കട്ടെ. അറിയില്ലല്ലോ പുള്ളി എന്നെ ചതിക്കുവാണെന്ന്. ഇനിയിപ്പോൾ എന്തുണ്ടാക്കിയാലും നമുക്ക് കിട്ടാനുള്ള മാർക്കേ കിട്ടും. അത്യാഗ്രഹപ്പെട്ടിട്ട് കാര്യമില്ല. നല്ല മരുമരൂന്ന് വന്നണ്ടേ. ഇത് മുരിയുമുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങളെ കൊതിപ്പിച്ചിട്ട് നമുക്കിനി നമ്മുടെ ചിക്കൻ വറുക്കാനിടാം. ഇതേ നിങ്ങളൊക്കെ എക്സ്പേർട്ടാണെന്ന് അറിയാം, എന്നാലും നമ്മുടെ ജോലി നമ്മളെ കൊണ്ടാവുന്ന പോലെ നിങ്ങളെ വെറുപ്പിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇത് നന്നായിട്ട് മരിയണം. നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം. അപ്പം അതിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് പോവില്ല. പുറത്തേക്ക് കൂടുതൽ സ്മെല്ല് പോയാൽ ആരെങ്കിലുമൊക്കെ മണം പിടിച്ച് വരും, എൻ്റെ ചിക്കനൊക്കെ തീരും. വേറൊന്നിനുമല്ല, അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. നമ്മളെപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മുരുമുരുന്നല്ല ഇരിക്കുന്നത്. ഇത് ഇച്ചിരി സോഫ്റ്റ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് അടുത്തിടുമ്പോൾ ചിലപ്പോൾ പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കും. അത് നമ്മൾ കാര്യമാക്കണ്ട. മീഡിയം ഫ്ലെയിമിലിടാം അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങാനും ഈ കോഴീനെ മൊരിച്ചോണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഇപ്പോഴേ എൻ്റെ കൺട്രോള് പോയി തുടങ്ങി. പിന്നെ കാണുന്നവരുടെ കാര്യമൊന്നും പറയണോ? നമുക്ക് ഈ സമയം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്തിടാം അല്ലേ. ഇതിപ്പോൾ കിട്ടിയ ഐഡിയ. ഇച്ചിരി ഗ്ലാമർ ഇരുന്നോട്ടെ. അത് ഇതിൻ്റെ അകത്ത് കിടന്ന് മുരിയുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ. എവിടെ പ്രത്യേകിച്ച് മീനെങ്കിൽ ചില മീനിൻ്റെ ഒക്കെ മണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ അതിൻ്റെ മണമൊക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കും. അതല്ല ചേട്ടൻ പറഞ്ഞിട്ട് എന്ത് ഫുഡ് കണ്ടാലും മണം പിടിക്കരുത്, മൈൻഡ് ചെയ്യരുത്. ആരോട് പറയണ വെറുതെയാ. ചേട്ടൻ അറിയാം, എന്നാലും വറുത്തു. ഇത്ര മറത്താൽ മതി ചേച്ചി. അതെ, ചിക്കൻ ഫ്രൈ ഏകദേശം ഇതങ്ങോട്ട്. ഇത് മസാലപ്പൊടി അധികം ഇല്ല, കാര്യങ്ങളൊക്കെ വരും. ഉള്ളി എണ്ണയിൽ വറുത്തു, കാരണം കുറേ സമയം എടുത്തു. ഉള്ളി കുറച്ച് സമയം എടുക്കുമല്ലോ, പക്ഷേ അല്ല, ആ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ വേഗം മൊരിഞ്ഞതാണ്. പിന്നെ ഇത് കുറച്ചുകൂടെ ചെറിയ കഷ്ണം ആക്കേണ്ടതായിരുന്നു. പക്ഷേ അതിപ്പോ പെട്ടെന്ന് വെറുതെ നിൽക്കുക ആണല്ലേ. വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഐഡിയകളൊക്കെ വരുവേ. ഇനി പെപ്പറിടും, മല്ലിയില, ടൊമാറ്റോ, പിന്നെ സോസ് ചേർക്കും അല്ലേ. സോസ് ചേർക്കും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. നല്ല മണം. ഞാൻ എത്ര നേരം കൊണ്ട് ഭയങ്കര എക്സ്പേർട്ടായി വരികയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. മിക്കവാറും അടുത്ത് തന്നെ വല്ല കല്യാണാലോചന വരാൻ സാധ്യതയുണ്ട്. കല്യാണാലോചന വരാൻ സാധ്യതയുണ്ട്. അതാണ് അഞ്ജന ഒരു കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ഡൗട്ട് ഉണ്ട്. എന്നാൽ ഇപ്പൊ നല്ല പാചകമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആലോചിക്കാം, നല്ല പ്രപ്പോസൽസ് ഒക്കെ വേണം. അല്ല, ചേച്ചി ഒന്ന് സങ്കല്പിച്ചു നോക്കും. എന്നെ ഉഗാണ്ടയിലെങ്ങാനും കെട്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്നിട്ട് ഉഗാണ്ടയിലെ ഡിഷ് മാത്രം, വല്ല പാമ്പിനെ പുഴുങ്ങിയതോ. കേരളത്തിലെ വിഭവങ്ങൾ അവിടെ കൊണ്ടുപോയി അതെ റെഡിയാക്കണം. അവിടെ ഒരു ഹോട്ടൽ കൊടുക്കും. ഹോട്ടലാണ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ വറുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത്, മസാല ഉണ്ടാക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലത്തെ എണ്ണ നമ്മൾ എടുക്കില്ല. വലിയ പാനി വയ്ക്കുന്നതാണ് സേഫ്. അതുകൊണ്ട് നമുക്ക് ആദ്യം മേളിലത്തെ എണ്ണ ചിക്കൻ വറുത്തതിൻ്റെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടോ, പിന്നെ മട്ടെന്നൊക്കെ പറയും. ഈ സാധനം എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാകും. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത് ചതച്ചതാണ് ഇതിലേക്ക് ഇടാം. കുറേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ വല്ലാണ്ട് വരും. എന്നാൽ നമുക്ക് ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയുള്ളിയൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത കുത്തൽ വരും. അതിന് മൂക്കിന് മണം പിടിച്ചോണം കേട്ടോ, എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി, കുറച്ചായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. ചിക്കൻ കാല് വേണ്ട. വേണ്ട അമ്മച്ചി, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നീ ചുമന്ന കളർ ഉണ്ടാക്കി, ഞാൻ പച്ച കളർ. യു പച്ച, ഞാൻ പച്ച. ഐ ചോപ്പ്. യുനോ ബൗൾ വേണം സെർവ് ചെയ്യാൻ. ഞാൻ അത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആദ്യം മുതലേ ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുക. കാണാനൊക്കെ ഗ്ലാമർ ഉണ്ട്, ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ മൊരിഞ്ഞ സവാളയും കൂടി ഇതിനകത്തേക്ക് ഇടുവാണ്. കണ്ട കൊതി വരുന്നുണ്ടോ? ടേസ്റ്റ് എന്താവോ എന്തോ. ഉപ്പ് പിന്നെ ഇടാം, കാരണം നമ്മൾ കുറച്ചുകൂടെ സോയാ സോസ് ഇടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് സോയാ സോസ് കുറച്ചൊഴിക്കാം. ഈ സ്റ്റേജിൽ ഞാൻ പറഞ്ഞല്ലോ, കുരുമുളകാണ് നമ്മുടെ മെയിനായിട്ട് നമ്മളിടുന്ന സാധനം. അപ്പോൾ നമുക്ക് കുറച്ചധികം ചതച്ച കുരുമുളക്, മല്ലിയിലയും കൂടെ ഇടാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ടേസ്റ്റിന് ജഡ്ജസ് പറയും. നമുക്ക് എന്തായാലും ഇനി അത് ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇത് ഗാർണിഷിങ്ങിനുള്ള സാധനങ്ങളാണ്. നട്ട്സ്, മല്ലിയില, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ഇനി നമുക്ക് സമയത്ത് ഗാർണിഷ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാം. ബാക്കിയൊക്കെ ജഡ്ജസിന് കഴിക്കാം.